ഹായ് ഹലോ അസ്സലാമു അലൈക്കും മീനേസ. അപ്പോൾ ഇന്ന് വന്നത് എൻ്റെ ബാങ്കിൾ കളക്ഷനും അതിൻ്റെ ഓർഗനൈസറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറേ ബാങ്കിൾസ് ഉണ്ട്, പക്ഷേ അത്ര ഇല്ലാതാനും പക്ഷേ ഉണ്ട് താനും. ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു ബോക്സ് അല്ലെങ്കിൽ കണ്ടെയ്നർ എൻ്റെ അടുത്തില്ലേനു. അപ്പോൾ ഞാൻ മീഷോയിൽ വളരെ അഫോർഡബിൾ ആയിട്ട് കിട്ടിയൊരു സാധനമാണ് ദിസ് വൺ ബാങ്കിൾ ഓർഗനൈസർ. എൻ്റെ ബേബി അവിടെ നിന്ന് കരയുന്നുണ്ട്, അതാരും മെയിൻറ്റ് ആക്കണ്ട, അതാണ് നല്ലത്. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, എൻ്റെ ബേബീനൊന്ന് പിടിച്ചെടുത്തണ്ടേ. അപ്പോൾ ഇതാണ് ഞാൻ മീഷോന്ന് വളരെ അഫോർഡബിൾ ആയിട്ട് വാങ്ങിയ സംഭവം കേട്ടോ. എനിക്ക് ബാംഗിൾസ് ഭയങ്കര ഇഷ്ടമായി. ഈ പാർട്ടി വെയറിലും ഈ എല്ലാം തന്നെ വെസ്റ്റേണിൽ യൂസ് ചെയ്യാൻ ഒരു ഭയങ്കര രസമാണ്. ഒരു ലക്ഷറി ആൻഡ് റോയൽ ലുക്കായിരിക്കും. ഏറ്റവും ബാംഗിൾസ് യൂസ് ചെയ്യാൻ പറ്റിയ വെയർ പറഞ്ഞാൽ പാർട്ടി വെയറാണ്. അത്രയും അല്ല ഹെവി ആയിട്ട് വേണം ബാംഗിൾസ് പാർട്ടി വെയറിലേക്ക് സെറ്റ് ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ ഓർഗനൈസ് ചെയ്യാൻ വാങ്ങിയത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ഓർഗനൈസറാണ് ഗൈസ്. മീഷോയിൽ എനിക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് കിട്ടിയ സാധനമാണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ആൻറ്റി ടേണിഷ് മോഡൽ വരുന്ന ഈ ഒരു സംഭവം ഞാൻ മീഷോന്ന് നല്ല അഫോർഡബിൾ ആയിട്ട് വാങ്ങിയ ഒരു ബാങ്കിളാണിത് ഗൈസ്. സൂപ്പർ സാധനമാണ്. വെസ്റ്റേണിലേക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ബാങ്കിളാണിത്. പിന്നെ ഇത് വന്നത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ഓണം വരുമല്ലോ, അപ്പോൾ എല്ലാവരും കോടയ്ക്കും സാരി ബ്ലൗസും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് വേറെ ഞാൻ വാങ്ങിയ ബാങ്കിളാണ് ഗൈസ് ഇത്. അതായത് ഇത് ഒരു വലിയ പാർട്ടി വെയർ അല്ല, ഒരു കാഷ്വൽ ലുക്ക് തോന്നിക്കുന്ന ഒരു നോർമൽ ബാങ്കിളാണ്. നെക്സ്റ്റ് ഈ ഒരു ഗ്രേ ഗ്ലേസ് ആയിട്ട് ഒരു ഗ്ലാസ് ടൈപ്പ് വരുന്ന ഒരു ബാങ്കിളാണ്. ഇതെനിക്ക് എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ വൈഫ് ഗിഫ്റ്റ് ചെയ്ത് പറഞ്ഞാൽ എന്തോ ഒരു പ്രോഗ്രാമിന് ഒരു പരിപാടിക്ക് പോയപ്പോൾ കറങ്ങി ഓർമ്മയില്ല, പോയപ്പോൾ എനിക്ക് വാങ്ങിയ ഒരു ബാങ്കിളാണ് ഗൈസ്. സോ ബ്യൂട്ടിഫുൾ. ഇത് മറ്റേ ബ്ലാക്ക് സാരിയൊക്കെ വേറെ ഏതാണ് സെറ്റ് സാധനമായിരിക്കും. ബ്ലാക്ക് പെയിൻ അല്ലെങ്കിൽ കസവൊക്കെ വരുന്നതാണെങ്കിൽ. പിന്നെ നെക്സ്റ്റ് ഇതാണ് ഗൈസ്. അയ്യോ, ഇത് എൻ്റെ വെഡ്ഡിങ് ബാങ്കിളാണ്. സംഭവം അത്രയല്ല, കുറേ ഉണ്ട്. ഇട്ടിട്ട് ഓരോന്നായി കാണാണ്ടായതാണ്. ഇത് ഒരു സെറ്റിന് എത്രയോ 300. റെൻറ്റിന് പോയപ്പോൾ നോർമലി വാങ്ങണേക്കാട്ടി റേറ്റാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മോട് പറഞ്ഞത് ഇത് റെൻറ്റിനെക്കാട്ടി നല്ലത് വാങ്ങുന്നതാണെന്നാണ്. അങ്ങനെ വാങ്ങിയ ഒരു ബാങ്കിളാണ്. ഇതിന് കുറേ സെറ്റ് വരുന്നുണ്ട്. ഒരു 300 എന്താ വൈബ്രേഷൻ അപ്പം എന്തേലും പറഞ്ഞ 300 ആ ഒരു റേഞ്ചിന് വാങ്ങിയ ബാങ്കിളാണ്. പിന്നെ ഗൈസ് വേറെ ഒന്നുണ്ട്, ഞാൻ ഫ്ലിപ്പിൽ ഓർഡർ ചെയ്ത ഒരു ബാങ്കിൾ സെറ്റാണ്. അത്രയും ട്രെൻഡിങ് ആയി നടക്കുന്ന കാശ്മീരി ആൻഡ് ഗുങ്കുരു സെറ്റാണ് ഗൈസ്. അഫോർഡബിൾ ആയിട്ട് 144 ബാങ്കിൾസ് ആണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ ഒരു വീഡിയോ ലിങ്കും കൊടുത്തിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇതൊക്കെ തെറ്റുണ്ടല്ലേ, എന്തോ ഒരു മിസ്റ്റേക്സ്. ഓക്കെ ഗൈസ്, അഫോർഡബിൾ സെറ്റാണ്. ഇതിൽ എത്ര 24 1 2 3 4 5 6 7 8 9 10 11 12 വെറൈറ്റി കളേഴ്സ്. സോ ഇതിൽ വരുന്ന ഈ ഗുങ്കുരു ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫ്ലിപ്പിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്താണ്. ഒരു 200 സംതിങ് 300 അടുത്ത് വരുന്ന ഒരു ബാങ്കിളാണിത്. ഇത് 8 സെറ്റായിട്ടാണ് വരുന്നത്. അത്ര അഫോർഡബിൾ ആണ്. കാരണം പുറത്തൊക്കെ ചോദിക്കുമ്പോൾ ഒരു 3-4 ബാങ്കിൾസിൻ്റെ കൂടെ ഇത് പെയർ ചെയ്യും. അതിന് തന്നെ ഒരു 200 സംതിങ് തന്നെ പോയാലും 200 സംതിങ്ങിനാണ് വരുന്നത് ഗൈസ്. ഇത് ഞാൻ പൊട്ടിക്കാണ്ട് ഞാൻ ഇതിൽ 2 ബാങ്കിൾസ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ്. ബാക്കിയൊന്നും എനിക്ക് അൺബോക്സ് ചെയ്യാൻ തോന്നുന്നില്ല. അത് കവർ ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനൊരു ഓർഗനൈസർ വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കുന്നു. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് അൺബോക്സ് ദീസ് ബ്യൂട്ടിഫുൾ ബാങ്കിൾസ്. ഓക്കെ ഗൈസ്, ഒരു മണ്ടത്തരം ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട് കണ്ടിട്ട്? ഇതെന്തിനാ ഇത് ഇവിടെ അല്ലേ വരേണ്ടത്?
അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊന്ന് മോനൊന്ന് കൂടുതൽ കരഞ്ഞപ്പോൾ ഞാനൊന്ന് ഓനെ സമാധാനിപ്പിക്കാനും ഫീഡ് ചെയ്ത് ഫുഡ് കൊടുത്ത് സെറ്റാക്കാൻ പോയതേനു. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒരു ബാംഗിൾസ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തത് ഗൈസ് ഒരു ബ്ലാക്ക് ആയിട്ട് ഇതിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ, സിനിമാറ്റിക്കിൽ എടുക്കുന്നതുകൊണ്ടാണോ വീഡിയോ അതുകൊണ്ടാണോ അറിയില്ല. ഇതാണ് ബ്ലാക്ക് ഒരു ഹാഷ് കളർ വരുന്നത്. ഇതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഗൈസ്. കാണിക്കാൻ കുറേ ഉണ്ട് ഇത് കാണിക്കാനാണെങ്കിൽ. സോ ഞാൻ ഒന്ന് പെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു കാലത്ത് എപ്പോഴും ട്രെൻഡിങ് ആണ് ഈ ഒരു കാശ്മീരി ഗുംബിൾ സെറ്റ്. പക്ഷേ ഇത് ആദ്യം ഉണ്ടേന് വെറും എത്ര എൻ്റെ അമ്മ പറയണ കേൾക്കാൻ വെറും ഒരു 10 റുപ്യക്കൊന്നും കുറേ കിട്ടുമല്ലോ ഈ കാശ്മീരി ബാംഗിൾസ്. പക്ഷെ ഇപ്പം അതിൻ്റെ വില അപാരം തന്നെയാണ്. ഇത്രയും ഉണ്ട് ഇപ്പം അതിൻ്റെ വില. ഒരു മൂക്കുത്തി ഉണ്ടെങ്കിൽ സെറ്റാകുമായിരുന്നു അല്ലേ? ഞാനിതൊക്കെ ഓരോന്നോരോന്നായി സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതൊരു ഗ്രീൻ ബ്ലാക്ക് ആ ഒരു ഷെയ്ഡാണ്. നല്ല രസമാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഫ്ലിപ്പ് ഇത് സെൻഡാക്കിയത്. ഇറ്റ്സ് ടു നൈസ്. എനിക്ക് ഈ ബാംഗിൾസ് പണ്ടേക്കെ ഇഷ്ടമാണ് കേട്ടോ. ബട്ട് ഞാനങ്ങനെ എനിക്ക് ബാംഗിൾസ് ഇഷ്ടമാണെങ്കിലും ഞാൻ പർച്ചേസ് ചെയ്യലില്ല. ഞാനിപ്പോൾ ഒരു കുറച്ച് ഡേ ആയിട്ടുള്ളൂ അത് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഐ എം സോ ലവ്ഡ് ഇറ്റ്. വാങ്ങിയപ്പോഴാണ് എനിക്കിത് പെയർ ചെയ്യാനുള്ള ആ ഒരു ഇത് എനിക്ക് കിട്ടിയത്. ഇതിൽ ഒരു റെഡും പിന്നെ ഇളകുന്നുണ്ടോ, ഇതിൽ ഒരു റെഡും വേറെ ഒരു ഡാർക്ക് റെഡും വരുന്നുണ്ട് കേട്ടോ. ഒരു മെറൂൺ റാണി പിങ്ക് ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ഇതെങ്ങനെയല്ലേ ഇവർക്ക് ലാഭമാവുന്നത്? ഇത്രയും അഫോർഡായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് റാണി പിങ്ക് അങ്ങനെ നേരിട്ടൊരു റെഡിഷ് കളറാണ്. സോ ബ്യൂട്ടിഫുൾ ഡോ. ഭയങ്കര രസമാണ് അത് കാണാൻ. ഫോണിൽ ആ രസം കിട്ടുമോ എന്നൊക്കെ അറിയില്ല. ഫോണിൽ ആ രസം കിട്ടൂല, നേരിട്ടാണ് ആ ഒരു ഭംഗി ഉണ്ടാവുക. ഞാൻ ഏതായാലും ഇത് അൺബോക്സ് ചെയ്യാം. അപ്പം എനിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ തോന്നി. ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ച് പിന്നെ ഷോർട്സിൽ ഇത് ഫുള്ളാവൂല. അപ്പം ഞാനൊരു വീഡിയോ തന്നെ ആക്കാമെന്ന് അൺബോക്സ് ചെയ്യണ ഷോർട്സ് ഉണ്ട് കേട്ടോ. സെറ്റാക്കി വരുന്നതിനല്ല സെറ്റാക്കിയതിന് ശേഷമുള്ള ഷോർട്സാണ് ഇവരുള്ളത്. ഓക്കെ, ഞാനിത് സെറ്റാക്കട്ടെ. ഇത് കുറേ ചെയ്യാനുണ്ട് ഗൈസ്. സോ ഹാർഡ് വർക്ക്, ബാക്ക് പെയിൻ. അപ്പം ഞാൻ ഏകദേശം അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയും ഒരു 2 റോ 2.5 റോ സെറ്റാക്കാനുണ്ട്. സെറ്റ് സാധനമായിട്ട് ഗൈസ് ഞാൻ കാണിച്ചു തരാം. അതിൽ രസമുണ്ടോ എന്നൊക്കെ അറിയില്ല. ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഞാനിതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു മൾട്ടി കളറും വരുന്നത്, പിന്നെ ഈ ഒരു ആൻറ്റി ടേണിഷ് ലുക്ക് തോന്നിക്കണ ഈ ഒരു ബാംഗിളും കേട്ടോ. സെറ്റാണ്. സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ ലൈക്ക് ഇറ്റ്. നമുക്ക് ഇവിടെയും കൂടി ഫുള്ളാക്കണം. ഓർഡർ ചെയ്തിട്ടുണ്ട്, വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ അൺബോക്സ് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വേണ്ടവർ ഈ ഒരു ബാംഗിൾ സെറ്റിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു കേട്ടോ. സോറി, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഓർഗനൈസറിൻ്റെ മറ്റേ ആൻറ്റി ഡേണിഷ് മോഡൽ വരുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ആൻറ്റി ഡേണിഷ് അല്ല, ബട്ട് നമുക്ക് പെട്ടെന്ന് പോകാനും കുറച്ച് നേരത്തേക്കും പെയർ ചെയ്യാൻ പറ്റിയ സെറ്റ് സാധനമാണ്. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. ഇതുവരെ എനിക്കൊരു ഡാമേജും വന്നിട്ടില്ല. ആ ബാംഗിളിൻ്റെയും ഈ ഓർഗനൈസറിൻ്റെ ലിങ്ക് ഞാൻ എനിക്ക് മറ്റേ പ്രൊഡക്റ്റ് തന്നെ കാണിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. അതിനോട് ഞാൻ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ശരി, ബൈ ഗൈസ്.